അമ്മ ഇതാ കുഞ്ഞാവേനെ കൊണ്ടാക്കാൻ വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാവേനെ കൊണ്ടാക്കാൻ പോയതാണ്. പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷം, ഒരു തൊണ്ട, ഒരു കിച്ചൊക്കെ ഉണ്ട്. മുത്തശ്ശിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ, എന്നിട്ട് നിങ്ങളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുത്തശ്ശീനെ ഡോക്ടറെ കാണിക്കൂ, മുത്തശ്ശിക്ക് എന്താ തൊണ്ടയ്ക്ക് പറ്റിയെന്നൊക്കെ ചോദിച്ചില്ലായിരുന്നോ. അപ്പോൾ തണുപ്പോണ്ടായിരിക്കും തോന്നണു ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമയ്ക്കുമ്പോഴൊക്കെ കഫം കിട്ടുന്ന പോലെയൊക്കെ. അപ്പം അതുകൊണ്ട് തല നനച്ചിട്ടില്ല, മേല് കഴുകിയ മാത്രമേ ഉള്ളൂ. ഇത് അമ്മ വരുന്നു. ഇന്നിവിടെ മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലേ അമ്മേ? അന്ന് മഴ ഇല്ല അങ്ങനെ, മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടെന്ന്. ഇനി നമ്മള് ചോറ് വെച്ചിട്ടുണ്ട്, കൂട്ടാൻ വെച്ചിട്ടുണ്ട്, ഉപ്പേരിയും കൂടെ വെക്കാണ്ട് കേട്ടോ. ഉറക്കം വരും ഇപ്പത്തെ കാലാവസ്ഥയില് അല്ലേ അമ്മേ? തണുപ്പ് ഭയങ്കരം, അപ്പൊ അതുകൊണ്ട് ഉറക്കം വരുന്നുണ്ട്. ഇന്ന് നമ്മള് വഴുതനങ്ങ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കണത്. ഇതാ വെള്ളത്തിലിട്ട് വെച്ചു നേരത്തെ തന്നെ. ഇതാ രണ്ട് വഴുതനങ്ങ ഉണ്ടാമോ? അതെ, പച്ചയുണ്ട്, വെള്ള പച്ച. ഞാൻ ഇത് കണ്ടിട്ട് വെള്ള അതെങ്ങനെയാ അപ്പൊ പറയണെന്ന്. ഞാൻ വെള്ള വഴുതന, വയലറ്റ് വഴുതന എന്നാ പറയാറുണ്ട് അമ്മേ. അപ്പൊ അമ്മ ഇവിടെ സവോളയും പച്ചമുളകും ഉള്ളി സവാള രണ്ടൊന്നാണ്. അതെ, നമ്മൾ അധികം ഉള്ളി എന്നാ പറയാ കേട്ടോ ഇവിടെ രണ്ടിനും. മറ്റേതിന് ചെറിയ ഉള്ളി, മറ്റേത് വലിയ ഉള്ളി, ഇത്ര പറയാറുള്ളൂ. അപ്പൊ ഉള്ളി അരിയാണ് അമ്മ. നിങ്ങക്ക് ഇഷ്ടമാണോ വഴുതനങ്ങപ്പേരി എന്നൊക്കെ ഒന്ന് പറയൂ കേട്ടോ. നമുക്ക് ഇഷ്ടമാണ് കേട്ടോ, കുഴപ്പമില്ല. പിന്നെ അമ്മായി അവിടുന്ന് പുളിങ്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, തേങ്ങ ഒന്നും അരയ്ക്കാതെ ഒരു നോർമൽ സാധാ ടൈപ്പ് ഒരു പുളിങ്കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ അത് കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് കൈ വേനിക്കണം, അപ്പൊ ഞാൻ ട്രൈപോഡ് എടുത്തിട്ട് വരാം. അപ്പൊ പിന്നെ കുറച്ചു നേരം ഇവിടെയൊക്കെ സംസാരിച്ചിരിക്കാലോ. അങ്ങനെ ഞാനും അമ്മയും അടുക്കള പണിയിലേക്ക് കിടക്കുകയാണ്. ഉപ്പേരി വെക്കാം. ഉപ്പേരി വെക്കാം. അത് നമ്മള് വഴുതനക്കെല്ലാം വലുതാണ്, നമ്മള് വെള്ളത്തിലിട്ട് വെച്ചു, ഇതിന്റെ കട്ട് പോണ്ടേ, അതുകൊണ്ട്. രണ്ട് വഴുതനയും മിക്സ് ആട്ടോ ഉണ്ടാക്കണം. രണ്ട് വഴുതനയും മിക്സ് ചെയ്ത് ഉണ്ടാക്കണം അമ്മ. നായ ഉറക്കുന്ന സൗണ്ട് അല്ലേ ഇത്? അവിടെ നമുക്കിന്ന് രാവിലെ പുട്ടും കടല കൂട്ടാനും വരുന്നുണ്ട്, കടലക്കറി. അതെ, നമ്മള് രാത്രി കാണിക്കാട്ടോ. വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ നമ്മൾ കുറച്ച് അധികം കറി ഉണ്ടാക്കി വെക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് രാത്രിയിലേക്കും എടുക്കാലോ, അതിന് വേണ്ടിട്ടാട്ടോ. രാവിലെ ഒരു വക ഉണ്ടാക്കണം, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണമായി, പിന്നെ രാത്രി ഇവിടെ ആർക്കും ചോറ് ഇഷ്ടമല്ല, അപ്പൊ അതുകൊണ്ട് പലഹാരമാണ് അധികവും. അപ്പൊ അതിന് വേറെ ഉണ്ടാക്കണ്ട. എപ്പോഴും ആകുമ്പോ നമുക്ക് വൈക്കില്ല, എനിക്ക് കാലുവേദനയൊക്കെ ഉണ്ട്, ഇപ്പൊ തണുപ്പൊക്കെ ആണല്ലോ. അപ്പൊ നമ്മള് ശരിക്കും അതാ നല്ലത്. ശരിക്കും രാവിലെയും രാത്രിയും ഒരു ഫുഡാണെന്നുണ്ടെങ്കിൽ ചോറ് ഉണ്ണാത്തവരായോണ്ടാട്ടോ. ഇവിടെ ആരും അങ്ങനെ ചോറ് കഴിക്കാറില്ല, അതുകൊണ്ടാണ്. ചിപ്സിന്റെ പാത്രം ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ മിസ്സിംഗ് ആണ്. അപ്പുറത്തുണ്ടാകുമ്പോ ചിപ്സ് മിസ്സിംഗ്, മിസ്സിംഗ് ഇവിടെ. അമ്മേ എത്രയോ ഇന്നലെ എല്ലാരും കഴിച്ചത് അതായി. അച്ഛൻ വീട്ടിൽ വരുമ്പോ എന്താ നിങ്ങളൊക്കെ ചെയ്യണ, എല്ലാവർക്കും കുഞ്ഞി വാങ്ങല് നിർത്തും ഇനി അച്ഛൻ പറയും. കുഞ്ഞാക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പൊ മറ്റേ അമ്മ എടുത്തു വെച്ചതോ കവറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, കുറച്ചിതില് കൊള്ളാത്ത ബാക്കിയും കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ, നോക്കിട്ട് നമുക്ക് കണ്ടു. അമ്മ വേഗ ആട്ടത്ത് കയറ്റി വെച്ചത് ഏതാ ചീത്ത ഇറങ്ങിയതുകൊണ്ട് അമ്മ. അതെ, അമ്മ അറിയണ പാട്ടും അമ്മയ്ക്ക് അറിയണ പാട്ടും നമുക്ക് പാടാം. അമ്മയ്ക്ക് ഏത് പാട്ടാ കൂടുതൽ ഇഷ്ടം? ഏതാ വേണ്ടേ? തുമ്മ വരുന്നു, ജലദോഷമുള്ള ഞാൻ പറഞ്ഞില്ലേ തുമ്മ. എന്റെ തുമ്മലിന്റെ സൗണ്ട് ഇങ്ങനെ ഇരുന്നില്ല, പക്ഷെ ഇപ്പൊ ഇങ്ങനെയാവുണ്ട്. നോക്കട്ടെ കേട്ടോ, ആ സൗണ്ട് കിട്ടുമെന്ന് ഞാൻ നോക്കാം. അപ്പൊ അമ്മ ദാ ഉപ്പേരി ഉണ്ടാക്കുകയാണ്. വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലേ? വെള്ളം ഒഴിച്ചിട്ടില്ല, നോക്കി വെക്കാം നമുക്ക്. അതെ. പിന്നെ നമ്മളുടെ പെരട്ട അച്ചാറുണ്ട് ഇവിടെ, ഇതാ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ്. അയ്യോ അതാ നെല്ലിക്ക പെരട്ട അച്ചാറാണ്. ഇത് മുത്തശ്ശിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിന്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. 7 മാസം മുമ്പ് ഇട്ടതാണ്. അതെ. അല്ല, പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് മുത്തശ്ശിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ പെരട്ടച്ചാറാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഞാൻ അതെ പിന്നെ ഞാൻ ഒരു ഹോം മെയ്ഡ് ആയിട്ട് ഒരു കണ്ടീഷണർ ഉണ്ടാക്കണതും ഉണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഷാമ്പു അല്ല, കണ്ടീഷണറാണ് കേട്ടോ. ചെമ്പരത്തിപ്പൂ വെച്ചിട്ട്, ഇത് തലേന്ന് ചെമ്പരത്തിപ്പൂ വെള്ളത്തിലിട്ട് വെക്കുക,
പിന്നെ വേറൊരു സംഭവം കൂടെ വേണം, ഞാൻ നോക്കട്ടെ, കാണിച്ചു തരാം കേട്ടോ. ആ സംഭവമാണ് ഈ സംഭവം. ഇത് നമ്മുടെ ആൽമണ്ട് ഗമ്മാണിത്. അപ്പോൾ ഇതും ഇതേപോലെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ഉള്ളൊരു സംഭവമാണ് നമ്മുടെ കണ്ടീഷണർ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ, കണ്ടീഷണറിൻ്റെ വീഡിയോ ഇടാം. ഹോം മെയ്ഡ് ഷാമ്പൂ ഒക്കെ നമ്മൾ ഇട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട് അല്ലേ? ആ, വഴുതനങ്ങ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ കഴിക്കുമല്ലോ അല്ലേ? ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്നുണ്ടല്ലോ ഞങ്ങളോട് ചോദിക്കാറുണ്ട് വഴുതനങ്ങ നമ്മൾ ഉച്ചക്ക് ഊണ് കഴിക്കുമ്പോ കൂട്ടാനൊക്കെ നമ്മള് ഷെയർ ചെയ്യും. അല്ലേ, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ ആ സമയത്ത് വഴുതനങ്ങ അങ്ങനെ എടുക്കുമ്പോ വഴുതനങ്ങ ഇപ്പം ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ വഴുതനങ്ങ എനിക്ക് അത്ര ഇഷ്ടമല്ല പറയും. അപ്പൊ എന്താ വഴുതനങ്ങ കഴിച്ചാല് നമ്മളെ വെയിനില്ലേ ഞരമ്പ്, കയ്യിലെ ഞരമ്പ് അത് നല്ല ഉണ്ടാവും പറയും. അങ്ങനെ പറയുമ്പോ ചിലവർക്ക് ഇഷ്ടമല്ലോ, കഴിക്കൂലോ. അപ്പൊ ഞാൻ വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കാം, അമ്മ എന്നെ കുട്ടി പറഞ്ഞൂലോ ശരിയാണോ എന്ന് ചോദിക്കും. ചിലവര് പറയാറുണ്ട് അങ്ങനെ. സത്യമാണോ എന്താന്ന് അറിയില്ല. ആ സമയത്ത് നമ്മള് ചെറിയ കുട്ടികളല്ലേ, അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടിട്ടും ഒപ്പമുള്ള കുട്ടികളോ ഇഷ്ടമല്ലാന്ന് പറയുമ്പോഴേ സത്യം ഉണ്ടോന്ന് എന്താന്ന് അറിയില്ല. എന്താന്നേ ഇതെടുത്തുവെച്ചപ്പോഴേ പുട്ടു വിചാരിച്ചു ഞാൻ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണ കഴിഞ്ഞു. ഈ വെളിച്ചെണ്ണ പാക്കറ്റ് പൊട്ടി ചോദിക്കാനായിണ്ടാവും. നമ്മൾ സ്റ്റോക്ക് ചെയ്യണ സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ. ഫുൾ ഇതിൻ്റെ ഉള്ള സാധനങ്ങൾ നമ്മളിങ്ങനെ ഇനി നമുക്കിതൊക്കെ ഒരു ഷെൽഫിലൊക്കെ ആക്കി ഇങ്ങനെ വെക്കണം. കടലകളും അതെ എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. അതെ, മുത്തശ്ശി വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ചുനേരം മുത്തശ്ശിയോട് സംസാരിച്ചിരിക്കാം. മുത്തശ്ശി മറ്റേ വയനാട്ടിലത്തെ ആ വേറൊരു മുത്തശ്ശിയുടെ കഥ കേട്ടോ? ആനയുടെ ഞാൻ ഇന്നലെ കണ്ടേപ്പോ ലേറ്റ് ഇട്ടോളുന്ന. ഞാൻ ഇന്നലെ കണ്ടേപ്പോ ഞാൻ നിങ്ങൾക്ക് രാവിലെ ഒന്ന് കാണിക്കണം വിചാരിച്ചു സേവ് ചെയ്ത് വെച്ചു. പക്ഷെ മറന്നു. ഒരു മുത്തശ്ശി അത് ഇങ്ങനെ അല്ലല്ല അതെ ആ മുത്തശ്ശി അത് രക്ഷപ്പെടുകയാണേ. അപ്പൊ അതിന്റെ പേരക്കുട്ടി അമ്മമ്മ ഞാൻ ഇവിടെ ഉണ്ട് ഇന്നെ രക്ഷിക്കോ പറഞ്ഞിട്ട് മേലേന്ന് കേറുക അത്രേ. ചെറുവിരല് കൊടുത്ത് കേറി. അതെ, എന്നിട്ട് എന്താ പറയാ ഈ കുട്ടിയുടെ അമ്മ ഉണ്ടായിരുന്നു അത്രേ. എന്നിട്ട് ഇവര് രണ്ട് വലിയ കെട്ടിടമൊക്കെ മുകളിൽ അപ്പുറത്തേക്ക് ചാടി ഇങ്ങനെ നടന്നു. അപ്പൊ ആന വന്നത് കണ്ടിട്ടില്ല. കൊമ്പൻ, വലിയ കൊമ്പനാന അത്രേ. എന്നിട്ട് ആനേനോട് പറഞ്ഞു അത്ര, പ്രാർത്ഥിച്ച് നിന്നിട്ട് പറയത്രേ, ആനെ ഞങ്ങളെ ഒന്ന് കാണിക്കരുതേ നീ, ഞങ്ങൾ അത്രയും വലിയ ദുരിതം കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ആനേനെ അങ്ങ് നോക്കിയപ്പോ ആനയുടെ കണ്ണിന്ന് ഇങ്ങനെ വെള്ളം വരിക അത്ര, രണ്ട് കണ്ണിന്നും. എന്നിട്ട് ഇവര് പിറ്റേ ദിവസം അന്ന് ഉരുൾ പൊട്ടിയ ദിവസം കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആവണ വരെ ആ ആനയുടെ കാലിന്റെ ചോട്ടിൽ തന്നെ എത്ര 3 വലിയ കൊമ്പനാന. അപ്പൊ പറയാ എന്നിട്ട് പറയാ ആ ആന ഒരു ചവിട്ടേ കുത്ത് ഒന്നും ചെയ്തിട്ടില്ല. എന്നാ കുട്ടി അങ്ങനെ വായിച്ചിട്ടുണ്ടായിരുന്നു. പൂച്ചയാണോ പിന്നെ ഇവിടെ മുത്തശ്ശൻ മരിച്ചിട്ട് ഉണ്ടായില്ലേ അങ്ങനെ. അത് മുത്തശ്ശൻ പാലൊക്കെ കൊടുക്കണ പൂച്ച 6-7 ദിവസം അവിടെ തന്നെ വന്ന് കിടക്കും. നമ്മളൊന്നും കൊടുത്തൊന്നും കഴിക്കലുണ്ടായിരുന്നില്ല. പിന്നെ ചാവ് എന്താ ചെയ്തതെന്ന് അറിയില്ല. പക്ഷെ മനുഷ്യന്മാരെക്കാട്ടും മൃഗങ്ങൾക്ക് ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത്. അതെ, ബുദ്ധിയല്ല സ്നേഹവും. അതെ, എന്നിട്ട് ഇപ്പൊ ആ ആന ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. വലിയ കൊമ്പനാന അത്ര. അപ്പൊ ഇവര് അതിനെ കണ്ടപ്പോ പേടിച്ചു, അതെന്തേലും ചെയ്താലോന്ന്. പക്ഷെ അത് കരയത്ര ഇത്. അപ്പൊ അതിനും എന്തേലും മനസ്സിലായിട്ട്
മറ്റേ മൃഗങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് നല്ലതാണ്. അവരും ചിലപ്പോ ഇതൊക്കെ അറിയണ്ടാവും, ഉരുൾപൊട്ടിയ സൗണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും രക്ഷിക്കാൻ വേണ്ടിട്ട് അടുത്ത് കിടന്നു. അപ്പൊ ഇത് കാണുമ്പോ ഭയങ്കര ഇത് കേട്ടോ അല്ലേ. കാണിച്ചു തന്നപ്പോഴേ ഞങ്ങളുടെ അമ്മായി ഉണ്ടായിരുന്നല്ലോ, കുഞ്ഞാവയ്ക്ക് കാണിച്ചു കൊടുത്തു. കുഞ്ഞാവ് പാവം പറഞ്ഞു. കുഞ്ഞാവ് തന്നെ, അത് ആനതാ പാവം. അതാണ് അങ്ങോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞ ആന ആനാർന്നു കുഞ്ഞാവേ. എന്നാ തന്നെ അപ്പൊ അതിന്റെ കഥ പറയണ പറഞ്ഞു. എന്നാ തന്നെ പറയണ്ടാവ്. പക്ഷെ ചോറുണ്ടോ? ഊണഴിച്ചു. എന്താ കൂട്ടാൻ? കൂട്ടാന്നൊരു പുളിങ്കറി. പുളിങ്കറി പിന്നെ ഉലുവ വാങ്ങി പപ്പടും. അങ്ങനെ മുത്തശ്ശിയും അമ്മയും ഒക്കെ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ് നമ്മുടെ ഷെഡിലേക്ക്. മുത്തശ്ശി എന്തോ കാര്യമായിട്ട് തുറക്കുകയാണ്. ഇതാ മുത്തശ്ശി തുറന്ന് ഉള്ളിലേക്ക് കയറി. അമ്മയോ? ഇല്ലത്തേക്കാ പോയേ? അതിനെ ഇല്ലത്തേക്കാ? അമ്മേൻ്റെ ഒപ്പം പോയോക്കട്ടെക്കണം. ഇവിടെ നിറച്ച് ചെളിയും വഴുക്കലൊക്കെ ഉണ്ട്. കുഞ്ഞാവ ഞാൻ ഇറങ്ങിയത് കണ്ടിട്ട് എൻ്റെ പിന്നാലെ ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു. അമ്മയെ കാണാനില്ല. മുത്തശ്ശി കാണാതെ ഒരു ഉപ്പുമാങ്ങ എടുത്തിട്ടുണ്ട്, കഴിക്കുകയാണ്. എടുക്ക് അമ്മേ. എന്നാ നീ കുഞ്ഞാവേനെ എടുക്കട്ടെ, അമ്മ ഇപ്പൊ വരും. അമ്മേ, എണ്ണ കാച്ചാനുള്ള പൂക്കളൊക്കെ കിട്ടിയോ? പുറത്തുനിന്ന് പറിക്കാം. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുക. എടുക്കുക അത്രേ.